الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സൃഷ്ടാവായ അല്ലാഹു റബ്ബുൽ ആലമീനെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും പരിപൂർണമായും തഖ്വ ചെയ്തും ഇതാഅത്ത് ചെയ്തും സൂക്ഷ്മതയോടെയും ജീവിക്കുവാൻ എന്നോടും നിങ്ങളെവരോടും വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ഓരോരുത്തരുടെയും ശിഷ്ടകാല ജീവിതം പരിപൂർണമായും റബ്ബിന്റെ തൃപ്തിയിലായി കഴിഞ്ഞുകൂടാൻ അല്ലാഹു അവസരം നൽകട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാരെ, സഹായികൾ, ഭാര്യസന്താനങ്ങൾ, വേണ്ടപ്പെട്ട മുഴുവൻ ആളുകൾക്കും അല്ലാഹു റബ്ബുൽ ആലമീൻ മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും എല്ലാവരെയും അനുഗ്രഹീതമായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ നാഥനായ റബ്ബവന്റെ പ്രത്യേകമായ അനുഗ്രഹത്തോടു കൂടി പ്രവേശിപ്പിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം മത്സരങ്ങളുടെ ലോകമാണ്. ഓരോ കുട്ടിയും തന്റെ ക്ലാസ്മേറ്റിനേക്കാൾ മുന്നിലാകണം. മാർക്കിലും വിജയത്തിലും പേരിലും പെരുമയിലുമെല്ലാം സഹപാഠിയെക്കാളും മുന്നിലാകണം, സഹപ്രവർത്തകനേക്കാളും സ്കോർ നേടണം എന്ന ചിന്തയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ലോകത്തിലാണ്. അങ്ങനെയുള്ള കുറെ മനുഷ്യർ ഒന്നായി മാറുമ്പോൾ അതൊരു കൂട്ടമായാൽ ആ കൂട്ടത്തിന്റെ ചിന്തയും അത് തന്നെയാണ്. മറ്റൊരു സംഘത്തിനേക്കാൾ നാം മുന്നിലാണ് എന്ന് വരണം, അങ്ങനെ വരുത്തി തീർക്കപ്പെടണം. നാടുകളായാലും രാജ്യങ്ങളായാലും ഒക്കെയും അടുത്തൊരാളെക്കാളും മുന്നിലാകണം എന്ന ചിന്തയിലാണ് എല്ലാവരും ഉള്ളത്. അങ്ങനെ ഒരു നാൾ അതിൽ ഒരാൾ മുന്നിലായാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലെ ഒരു മുന്നേറ്റമല്ല നമുക്ക് ബോധ്യമാവുക. എത്രയെങ്കിലും നാളുകളുടെ പരിശ്രമവും പരിശീലനവും നേടിയിട്ടാണ് ഒരാൾ വിജയത്തിലേക്ക് എത്തുക, ഉന്നതമായ സ്കോർ നേടുക, വലിയ വിജയശ്രീലാളിതനായി സമൂഹ മധ്യത്തിൽ പരിചയപ്പെടുത്തപ്പെടുക. അതിന് എത്രയെങ്കിലും മാസങ്ങളുടെ, വർഷങ്ങളുടെ പരിശ്രമമുണ്ടാകും, പരിശീലനമുണ്ടാകും, അധ്വാനം അതിന്റെ പിന്നിലുണ്ടാകും. മനുഷ്യന്റെ അധ്വാനത്തിനനുസരിച്ചിട്ടാണ് അവന്റെ റിസൾട്ടുകളെല്ലാം അവന്റെ മുമ്പിൽ വ്യക്തമാക്കപ്പെടുന്നത്. ദുനിയാവിലേക്ക് നിയോഗിതരായി യാത്രയാക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള ഓരോ വിശ്വാസിയുടെയും മനുഷ്യന്റെയും ജീവിതമാകുന്ന പരീക്ഷണം, ഈ ദുനിയാവ് പരീക്ഷയുടെ ഹാളാണെന്ന് പരിചയപ്പെടുത്തിയ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞാൽ നാം ഒരു പരീക്ഷയുടെ ഹാളിലാണുള്ളത്. ഈ പരീക്ഷാ ഹാളിൽ നമുക്ക് മുമ്പിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവരപ്പെടുന്നത് വരെയുള്ള സമയം, വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം, ഇതൊക്കെ ചേർന്ന കുറഞ്ഞ സമയമാണ് നമുക്ക് മുമ്പിലുള്ളത്. ആ കുറഞ്ഞ കാല സമയപരിധിയുടെ ഉള്ളിൽ നാം എന്ത് നേടുന്നു, എന്തെഴുതുന്നു, ഉത്തരക്കടലാസിൽ എന്ത് രേഖപ്പെടുത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഭാവി ജീവിതത്തിന്റെ എല്ലാ വിജയപരാജയങ്ങളും കാണപ്പെടുന്നത്.
നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം, നാം എല്ലാവരും ലക്ഷ്യമാക്കപ്പെടേണ്ടത്, ലക്ഷ്യമാക്കുന്നത് അനന്തമായി ഒരിക്കലും അവസാനിക്കാത്ത നമ്മുടെ ആത്മാവിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായി പ്രതീക്ഷിക്കപ്പെടുന്ന സ്വർഗലോകത്തെ ജീവിതമാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ ലക്ഷ്യമാക്കേണ്ടതും അത് തന്നെയാണ്. സ്വർഗത്തിലെത്തുക, അള്ളാഹുവിന്റെ ലിഖാ നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാവുക, ഇതൊക്കെ തന്നെയാണ്. ആ സ്വർഗലോകത്തേക്കുള്ള സഞ്ചാരത്തിലാണ് നമ്മളുള്ളത്. ആ സ്വർഗലോകത്തേക്കുള്ള സഞ്ചാരത്തിന് വേണ്ട സ്കോർ നേടാൻ ഏറ്റവും കൂടുതൽ അവസരം നൽകപ്പെട്ടിരിക്കുന്ന ചില ദിവസങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്, ചില മാസങ്ങളുണ്ട്, ചില പ്രത്യേക സ്ഥലങ്ങളും സന്ദർഭങ്ങളൊക്കെയുണ്ട്. അത് പ്രത്യേകം ഉപയോഗപ്പെടുത്തുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലാഭകരമായ, കൂടുതൽ വിജയകരമായ നേട്ടം കൈവരിക്കാൻ കഴിയും. ഒരു മുസ്ലിമിന് ദുനിയാവിലുള്ള പരിമിതമായ ജീവിത യാത്രക്കിടയിൽ ഈ രൂപത്തിലെ പരലോക ജീവിതം വിജയകരമാക്കുവാൻ അള്ളാഹു നൽകിയ പ്രത്യേകമായ സുവർണ അവസരമാണ്. ഓരോ വർഷങ്ങളിലും ഒരു മാസക്കാലം അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് വേണ്ടി മാറ്റിവെച്ചു കൊടുത്തിരിക്കുന്ന സമയം പരിശുദ്ധ റമദാൻ എന്നാണ് നാം അതിനെ പറയുക. വിശുദ്ധമായ റമദാൻ സൃഷ്ടാവായ അള്ളാഹു റബ്ബുൽ ആലമീൻ കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് നോമ്പ് നൽകിയെങ്കിലും റമദാൻ എന്ന മാസവും അതുമായി ബന്ധപ്പെട്ട ഫضലുകളും എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുള്ളത് പോലെയല്ല. നമുക്ക് നൽകപ്പെട്ടതുപോലെ മുൻഗാമികൾക്ക് ഇത്രയും വലിയ സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. ചരിത്രങ്ങളിൽ വായിച്ചു കേട്ടിട്ടുണ്ട്, മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, മഹാനായ പ്രവാചകൻ വഴിയോരത്തൂടെ നടന്നു പോകുന്നു. വയോധികയായ ഒരു ഉമ്മ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ, എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോൾ 300 വയസ്സ് പ്രായമുള്ള തന്റെ ചെറുമകൻ തന്നെ വിട്ട് കഴിഞ്ഞ ദിവസം യാത്രയായി മരണപ്പെട്ടു പോയി. 300 വയസ്സുള്ള കുഞ്ഞുമകൻ ചെല്ലക്കുട്ടി എന്ന് നമ്മൾ സാധാരണ ഭാഷയിൽ പറയാറുള്ളത് പോലെ കുഞ്ഞുമകന്റെ വേർപാടിൽ ദുഃഖിതയായി കഴിയുന്ന ഉമ്മ കുഞ്ഞിന്റെ പ്രായം ചോദിക്കുമ്പോൾ 300 വയസ്സ് പ്രായം. അന്നത്തെ കാലഘട്ടത്തിൽ 300 വയസ്സ് പ്രായം എന്നാൽ അത് കുഞ്ഞു പ്രായമാണ്. മാതാപിതാക്കൾ കൊഞ്ചിച്ചുകൊണ്ട് ലാളിച്ചുകൊണ്ട് നടക്കുന്ന പ്രായമാണ്. ആ പ്രായത്തിൽ വെച്ച് തന്റെ പൊന്നുമകൻ യാത്രയായി പോയി. വേദനയോടെ പരിചയപ്പെടുത്തുമ്പോ പറയുമ്പോൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിഞ്ഞുപോയ സമൂഹങ്ങൾക്ക് ലഭിച്ചിരുന്ന ആയുർദൈർഘ്യം, അവർക്ക് അള്ളാഹു കൊടുത്ത സമയദൈർഘ്യം, അതിനെക്കുറിച്ചെല്ലാം കേട്ട സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ആ സമൂഹം നമ്മെക്കാളും ഒരുപാട് മുമ്പിലായിരിക്കുമല്ലോ, അവരെ ഇബാദത്തിൽ നമ്മെക്കാൾ ഒരുപാട് മുമ്പിലായിരിക്കുമല്ലോ, അവരോടെത്തുവാൻ, അവരോട് കിടപിടിച്ചെത്താൻ നമുക്ക് കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾക്ക് അവരെക്കാളും മുൻകടക്കാൻ കഴിയും, നിങ്ങൾക്ക് അവരെക്കാളും മുമ്പിലെത്താൻ കഴിയും. അതിനുവേണ്ടി അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങൾക്ക് ചില മാസങ്ങളെ തന്നു, ചില ദിവസങ്ങളെ തന്നു, ചില സമയങ്ങളെ തന്നു. ആ ദിവസം, സമയം, സന്ദർഭം മനസ്സിലാക്കി ആ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ മുൻഗാമികൾ കടന്നുപോയതിനേക്കാളും കൂടുതൽ അമൽ ചെയ്യുവാൻ, അവരെക്കാളും കൂടുതൽ പ്രതിഫലം നേടുവാൻ, അവരെക്കാളും വലിയ വിജയം കൈവരിക്കുവാൻ നിങ്ങൾക്കാണ് സാധ്യമാവുക. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. നമ്മൾ ഓരോരുത്തരുടെയും ഓരോ ദിവസത്തെയും ദൈനംദിന ജീവിതത്തിന് നാം കണക്കാക്കുന്നത്, എണ്ണുന്നത്, മനസ്സിലാക്കുന്നത് ഒരു ദിവസം എന്നൊരു കാലഗണനയ്ക്ക് നമുക്ക് ഏറ്റവും സുഖകരമായി എണ്ണാൻ പറ്റുന്ന ഒരു സംവിധാനം ഉള്ളത് കൊണ്ടാണ്. ഇന്ന് നേരം പുലർന്നു, വൈകുന്നേരമായി, രാത്രിയായി, നാളെ നേരം പുലരുമ്പോ പ്രകടമായ മാറ്റങ്ങളിലൂടെ നമ്മൾ പോയി നമുക്ക് കൃത്യമായി തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാറ്റത്തിലൂടെ നാം ഒരു പോയിന്റിൽ നിന്നും അടുത്ത വീണ്ടും അതേ പോയിന്റിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ ഒരു കറക്കം ചുറ്റി പൂർത്തിയാകുമ്പോൾ അതിനൊരു ദിവസം എന്ന് പറയും. ഇത് മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പുള്ള കാലത്തെ പ്രകൃതിയുടെ അവസ്ഥ ഏതാണ്? ദുനിയാവിന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കത്തിലെ സൃഷ്ടാവ് തീരുമാനിച്ചൊരു സംവിധാനമാണ് ആ ചക്രം. ആ ചക്രം അല്ലാഹു പറയാണ്, ആ ചക്രം ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ അലംഘനീയമായ ആദ്യമേയുള്ള പടച്ചിറപ്പിന്റെ തീരുമാനപ്രകാരം അള്ളാഹു സംവിധാനിച്ച ആ കാലദൈർഘ്യം അത് 12 മാസമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പടച്ചു തന്നെ അതിനെ ക്രമീകരിച്ചിരിക്കുകയാണ്. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി, അതിനെ 12 മാസമായി പടച്ചിറപ്പ് ക്രമീകരിക്കുകയും ചെയ്തു. ആ ക്രമീകരിച്ച മാസങ്ങളിൽ 4 മാസങ്ങളെ കുറിച്ച് പറഞ്ഞു. മിൻഹാ അർബഅത്തുൻ ഹുറും. 4 മാസങ്ങൾ അതിൽ ആദരിക്കപ്പെടേണ്ട, പവിത്രത കൽപ്പിക്കേണ്ട പ്രത്യേകമായ മാസങ്ങളാണ്.
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതിൽ 3 മാസങ്ങൾ ചേർന്ന് വരുന്നു. മറ്റൊന്നൊരൽപ്പം മാറി വരുന്ന മാസമാണ് ദുൽഖഅദ, ദുൽഹജ്ജ, മുഹറം. 3 മാസം ചേർന്ന് വരുന്നു. റജബ്, കുറച്ചു മാസങ്ങൾക്ക് ശേഷം വരുന്ന റജബ്. ഈ 4 മാസങ്ങൾ ഇസ്ലാമിക ലോകവും അതിനു മുമ്പുള്ള നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലവും അതിനു മുമ്പുള്ള സമൂഹവും അറബ് ലോകം പ്രത്യേകം ആദരവോടെ മഹത്വം കൽപ്പിച്ചുകൊണ്ട് കണ്ടിരുന്ന മാസമാണ്. അവരുടെയൊക്കെ ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളും അതിന്റെ ഉള്ളിലുണ്ട്. ഈ 4 മാസങ്ങളെ കുറിച്ച് അവർക്കിടയിൽ ഒരു ധാരണയുണ്ടായിരുന്നു. എത്ര വലിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി, എത്ര വലിയ ചോദ്യം ചെയ്യുവാനുള്ള കാര്യങ്ങൾ ബാക്കിയായാലും ശരി, ഈ മാസങ്ങളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല, ഈ മാസങ്ങളിൽ യുദ്ധം പാടില്ല, ഈ മാസങ്ങളിൽ ആദരവ് നൽകപ്പെടണം. ചില സ്ഥലങ്ങൾ, ചില സമയങ്ങൾ, ചില പ്രത്യേക സാഹചര്യങ്ങൾ, അതിൽ ഒരു തരത്തിലുള്ള അക്രമവും പാടില്ല, പക വീട്ടല് പാടില്ല, യുദ്ധങ്ങൾ പാടില്ല. ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ട 4 മാസങ്ങൾ. ആ 4 മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ചരിത്രവും പ്രാധാന്യവും ഒക്കെ പഠിപ്പിക്കപ്പെട്ട ഒരു മാസമാകുന്നു റജബ് മാസം. ആ മാസം കഴിഞ്ഞുപോയി. ആ മാസം ഇനിയിപ്പോ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ റജബ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠത പഠിപ്പിക്കപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ വിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പനുഷ്ഠിച്ചിട്ടുള്ള മാസമാകുന്ന ശഅബാൻ എന്ന മാസമാണ്. മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ തോഴനായ അടിമയായി നബി തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സയ്യിദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകനായ ഉസാമ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ലം അറക തസൂമു ശഹറൻ മിന അശ്ശുഹൂരി മാ തസൂം. നബിയെ, മറ്റു മാസങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഈ മാസത്തിൽ നിന്ന് നോമ്പനുഷ്ഠിക്കുന്നതായി ഞാൻ കാണുകയാണല്ലോ. ഇത് ശഅബാനിന്റെ മാസമാണ്. റമദാൻ കഴിഞ്ഞാൽ 30 ദിവസം നോമ്പനുഷ്ഠിക്കുന്ന റമദാൻ കഴിഞ്ഞ് ശവ്വാൽ മുതൽ പിറ്റേ റജബ് മാസം വരെ ഒരിക്കൽ പോലും ഇതുപോലെ നോമ്പനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല പരിചയപ്പെടുത്തുന്ന ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ ചിലപ്പോ പറഞ്ഞു പോകും, ഇനി നോമ്പൊഴിവാക്കുകയില്ല എന്ന് പറയപ്പെടുന്ന രൂപത്തിൽ നോമ്പിലായി കണ്ടിന്യൂ ചെയ്യപ്പെട്ട മാസം, ദിവസങ്ങൾ. മറ്റു ചിലപ്പോൾ പറയേണ്ടി വന്നിട്ടുണ്ട്, ഇനി നോമ്പ് പിടിക്കുന്നേ ഇല്ലേ, നോമ്പെ പിടിക്കുന്നില്ല എന്ന് ചോദിച്ചു പോയ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ കഴിഞ്ഞുപോയ പല ദിവസങ്ങളും മാസങ്ങളും ഒക്കെ കൂട്ടുമ്പോ ഏറ്റവും കൂടുതൽ റമദാൻ കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പെടുത്തിരുന്ന മാസമായി പരിശുദ്ധമായ ശഅബാനിന്റെ മാസത്തിന് നബിയെ അങ്ങ് കാണുകയാണല്ലോ. ഉസാമ റളിയല്ലാഹു തആലയുടെ ചോദ്യത്തിന് റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറഞ്ഞു, അതെ, ദാക ശഹറുൻ യഗ്ഫലുന്നാസ്. ആ മാസത്തിൽ ജനങ്ങൾ, അതായത് ശഅബാനിന്റെ മാസം, ഞാൻ എന്തുകൊണ്ടാണ് കൂടുതലായി നോമ്പെടുക്കുവാൻ പ്രാധാന്യത്തോടെ ആ മാസത്തിനെ കാണുന്നത്? ഈ മാസം ജനങ്ങൾ അധികവും അശ്രദ്ധമായി പോകുന്ന മാസമാ. റമദാൻ ആകാനായി, റമദാൻ എത്തിക്കഴിഞ്ഞാൽ അത് പറ്റില്ല, ഇത് പറ്റില്ല, ആ ചടങ്ങ് പറ്റില്ല, ഈ പരിപാടി പറ്റൂല, ഇന്ന ജോലി നടക്കൂല, അങ്ങനെ കുറെ കാര്യങ്ങൾ, ജോലി, മറ്റ് പല കാര്യങ്ങൾ കണക്കൂട്ടുമ്പോ നോമ്പാകുമ്പോ ഇത് പറ്റൂല. അതുകൊണ്ട് എല്ലാം കൂടി പൂർത്തിയാക്കാൻ ഇനി ആകെ ഒരു മാസമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് രാപകൽ ഇരുട്ട വെളുക്കെ ശഅബാൻ മുഴുവനും ദുനിയവിയായ തിരക്കുകളിൽ മാത്രമായി കഴിഞ്ഞുകൂടും. ജനങ്ങൾ അശ്രദ്ധരായിക്കൊണ്ട്, അതായത് റമദാനിലേക്ക് അടുക്കുന്നു, റമദാൻ എത്താനായി എന്നുള്ള ഒരു ശ്രദ്ധയും കൊടുക്കാതെ ദുനിയവിയായ കാര്യങ്ങളിൽ മാത്രമായി വ്യാപൃതമാകുന്നതിന് ഏറ്റവും തിരക്ക് പിടിക്കുന്ന സമയമാണ് ശഅബാനിന്റെ മാസം. എന്നാൽ ശഅബാനിന്റെ മാസത്തിനൊരു പ്രത്യേകതയുണ്ട്. ശഅബാനിന്റെ മാസത്തിലാണ് ഒരു വർഷത്തിൽ വിശ്വാസി ചെയ്യുന്ന അമാലുകൾ ശവ്വാൽ മുതൽ റജബ് വരെ ഒരു വിശ്വാസി ചെയ്യുന്ന അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് ശഅബാനിന്റെ മാസത്തിലാണെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് തന്നെ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിക്കൊണ്ട് എന്റെ അമലുകൾ ഉയർത്തപ്പെടട്ടെ. ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ച രാവും എല്ലാ വ്യാഴാഴ്ച രാവുകളും അമലുകൾ ഉയർത്തപ്പെടുന്ന ദിവസമാണ്. ആ ദിവസത്തിൽ നോമ്പുകാരനായിക്കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കലേക്ക് എന്റെ അമലുകൾ പുറപ്പെടട്ടെ.
റസൂലുള്ളാഹി തങ്ങൾ അരുൾ ചെയ്യുകയാണ്, ശഅബാൻ എന്ന മാസത്തിന്റെ പ്രത്യേകത, ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ അമൽ ചെയ്യുവാൻ, ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തത് റമദാൻ എന്ന വിശുദ്ധമായ ഫർളാക്കപ്പെട്ട നോമ്പിന്റെ മാസം. ഈ മാസം മുമ്പിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പ് ആ നോമ്പിലേക്ക് എത്തിക്കഴിഞ്ഞ് പലപ്പോഴും മനുഷ്യർ ബലഹീനരായ മനസ്സിന്റെ ഉടമകളായ പല ദുനിയാവിന്റെ തിരക്കുകളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകൾ റമദാൻ എത്തിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ ദിവസമായി, രണ്ടാമത്തെ ദിവസമായി അറിയാതെ വെള്ളം കുടിക്കുന്ന ആളുകളുണ്ട്, അറിയാതെ ഭക്ഷണത്തിന്റെ മുമ്പിലേക്ക് പോകുന്നവരുണ്ട്, അറിയാതെ ഭാര്യയുടെ അടുക്കലേക്ക് പോകുന്നവരുണ്ട്. കാരണം ശ്രദ്ധയിലേക്ക് റമദാൻ എത്തിയിട്ടില്ല. ഒരു ജോലി ചെയ്ത് പൂർത്തിയായി അടുത്ത ജോലിയിലേക്ക് എത്തുമ്പോ കഴിഞ്ഞ ജോലിയുടെ കുറച്ച് മൈൻഡ് ബാക്കിയുണ്ടാകും, ചിന്ത കുറച്ച് ബാക്കിയുണ്ടാകും. അത് പൂർണ്ണമായും ഡിസ്കണക്ട് ആയിട്ടില്ല. നമസ്കാരത്തിന് വരുമ്പോ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ, ഓരോ നമസ്കാരത്തിന് നിങ്ങൾ വരുമ്പോഴും അതിന്റെ മുമ്പിൽ ഇത്ര റക്അത്ത് സുന്നത്ത് നിസ്കാരം, 4 റക്അത്ത്, 2 റക്അത്ത്, മുമ്പും പുറകിലും സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പഠിപ്പിച്ചപ്പോ ഉലമാക്കൾ പഠിപ്പിക്കുന്നു, എന്താണ് ഈ സുന്നത്ത് നിസ്കാരം കൊണ്ട് ലക്ഷ്യമാക്കപ്പെടുക? ദുനിയാവിന്റെ തിരക്കുകളിലായി കഴിഞ്ഞുകൂടിയ ഒരു മനുഷ്യൻ അവൻ പടച്ചറപ്പിന്റെ മുമ്പിലേക്ക് കൈകെട്ടി സുജൂദ് ചെയ്യാൻ വന്നു നിൽക്കുമ്പോ അവസാനം വ്യാപൃതനായ ജോലിയുടെ ചിന്ത, അത് അടുത്ത നിസ്കാരത്തിനിടയിലും അതുപോലെ തുടരാതിരിക്കട്ടെ. നേരത്തെ ബാങ്ക് വിളിക്കുമ്പോഴേ പള്ളിയിലെത്തി വുളൂ ചെയ്ത് പള്ളിയുടെ അകത്ത് പ്രവേശിച്ച് ബാങ്കും ഇഖാമത്തിന് വേണ്ടി പ്രതീക്ഷിച്ച് ദിക്റിലായി ദുആയിലായി ഒക്കെ ഇരിക്കുക, എന്നിട്ട് ഇഖാമത്ത് കൊടുക്കപ്പെടുക. അതാണ് ഒരു വിശ്വാസിക്ക് പൂർണ്ണ മനസാന്നിധ്യത്തോടു കൂടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ ഗുണകരം. അതിന് കുറച്ചും കൂടി ആ ട്രാക്കിലേക്ക് നിസ്കാരത്തിന്റെ ഫറദായ നിസ്കാരം, മുനാജാത്ത്, പടച്ചറബുമായിട്ടുള്ള മുനാജാത്തിലേക്ക് ഇഴുകിച്ചേരുവാൻ, അവന്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുവാൻ കുറെ കൂടെ സഹായകമാകുന്നു. അതിനു മുമ്പ് നിസ്കരിക്കാൻ പോകുന്നത് പോലെ ഒരു 2 അല്ലെങ്കിൽ 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ നിസ്കാരത്തിലേക്ക് നമ്മൾ മാറി, പല തിരക്കുകളിൽ നിന്ന് വന്നു നിസ്കാരത്തിലേക്ക് നമ്മൾ മാറി, മാനസികമായി നിസ്കാരത്തിന്റെ ബോധമായി, നിസ്കാരത്തിന്റെ ചിന്തയിലായി. പിന്നെ വീണ്ടും ഒരല്പനേരം കൂടെ വെയിറ്റ് ചെയ്യുന്നു, ഇഖാമത്ത് കൊടുക്കുന്നു, നിസ്കരിക്കുന്നു. അതേപോലെ കഴിഞ്ഞിട്ട് ഉടൻ തന്നെ എഴുന്നേറ്റിട്ട് പുറത്ത് ആള് കാത്തു നിൽക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത ഒരു ജോലി ബാക്കി നിൽക്കുന്നതിനിടയിലാണ് വന്നത്. അപ്പൊ വീണ്ടും ആ ജോലി കണ്ടിന്യൂ ചെയ്യുക. സലാം വിട്ടുന്നതിന് മുമ്പ് പിന്നെ അടുത്ത ചെയ്യേണ്ട ജോലിയെ കുറിച്ചുള്ള ചിന്ത കയറി വരും. അപ്പൊ അവന്റെ മുമ്പിൽ ആദ്യമേ തന്നെ ഒരു ധാരണയുണ്ട്, ഇല്ല ഈ സലാം വീട്ടിയത് കൊണ്ട് എഴുന്നേറ്റ് പോകാൻ പറ്റൂല, ഇനി എഴുന്നേറ്റിട്ട് വീണ്ടും ഇതുപോലത്തെ 2 റക്അത്ത് നിസ്കാരവും കൂടിയുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ടേ പോകാൻ പറ്റൂ. അപ്പൊ പെട്ടെന്ന് ഇപ്പോഴേ വെപ്രാളപ്പെട്ടിട്ട് കാര്യമില്ല, ഒരല്പം കൂടെ ശാന്തമായി സലാം വീട്ടി ഔറാദുകളൊക്കെ കഴിഞ്ഞ് പിന്നെ സുന്നത്ത് നിസ്കാരം കൂടെ കഴിഞ്ഞ് പിന്നെ ദുആ ചെയ്തിട്ട് എഴുന്നേറ്റ് പോകുന്നു. അപ്പൊ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട ഫർളായ നിസ്കാരം ആദ്യവും അവസാനവും 2 സുന്നത്ത് നമസ്കാരങ്ങളെ കൊണ്ട് കവർ ചെയ്യപ്പെടുമ്പോൾ മധ്യത്തിലുള്ള നിർബന്ധമായ ഫർളായ നിസ്കാരം പൂർണ്ണമായും ശ്രദ്ധയോടുകൂടി നിർവഹിക്കാൻ കഴിയുന്നു. അല്ലാഹുവിന്റെ റസൂൽ അതാണ് പരിചയപ്പെടുത്തിയത്. ശഅബാൻ മാസമാകുമ്പോ കൂടുതലായി സുന്നത്ത് നോമ്പെടുക്കുന്നതിന്, ആഴ്ചയിലുള്ള സുന്നത്ത് നോമ്പുകൾക്ക് പുറമെ, മാസത്തിലെ സുന്നത്ത് നോമ്പുകൾക്ക് പുറമെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ അധികവും നോമ്പെടുത്തിരുന്ന മാസമാക്കി ശഅബാനിനെ മാറ്റാനുള്ള കാരണം, റമദാനായി എന്നുള്ള വിവരമറിഞ്ഞാൽ, റമദാനിന്റെ മാസപ്പിറവി വന്നു എന്നറിഞ്ഞാൽ സന്തോഷത്തോടെ അകതാരിൽ ആനന്ദത്തോടെ റമദാനിന്റെ വരവിനെ സ്വീകരിക്കുവാൻ പാകമാക്കപ്പെട്ട മനസ്സായി മാറുന്ന ദിവസങ്ങളായി. നമുക്കറിയാം, നമ്മളൊക്കെ റമദാനിലേക്ക് എത്തി ഒരു 10 ആകുമ്പോഴാണ് റമദാനാണെന്നുള്ള ഓർമ്മ വരിക. റമദാനിൽ കയറി കഴിഞ്ഞറിയുള്ളൂ 10 എത്തണം. രണ്ടാമത്തെ 10 എത്തുമ്പോഴാണ് റമദാന്റെ ഒരു എഫക്റ്റ് ഒക്കെ വിശ്വാസികളിൽ പ്രകടമായി തുടങ്ങുന്നത്. അത് കുറെ കൂടെ നേരത്തെ ആവുക എന്നതാണ് റസൂലുള്ളാഹി തങ്ങൾ ശഅബാൻ തുടങ്ങുമ്പോഴേ ഈ നോമ്പെടുക്കുന്നതിലൂടെയൊക്കെ വിശ്വാസികളെ പരിചയപ്പെടുത്തിയത്. റമദാൻ കഴിഞ്ഞാൽ പിന്നെയും അതിനെ തുടർന്നുകൊണ്ട് ഒരു 6 നോമ്പ് അതേപോലെ സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടു. ഈ സുന്നത്ത് നോമ്പുകളും ഇതേപോലെ റമദാൻ തീർന്ന ഉടൻ തന്നെ മറ്റു ജോലികളിലേക്ക് വ്യാപൃതമാകലല്ല, വീണ്ടും ഇനി കുറച്ച് നോമ്പുണ്ട്. ഇതേപോലെ മുമ്പിലും പുറകിലും നോമ്പുകൾ നിർബന്ധമാക്കപ്പെട്ടു. നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവരൊക്കെ ഓർക്കേണ്ടതും ഓർമ്മിപ്പിക്കപ്പെടേണ്ടതുമായ ഒരു വിഷയം കൂടി ഈ ഭാഗത്തെ ഹിക്മത്തിന്റെ കൂട്ടത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ശഅബാൻ, റമദാനിന് തൊട്ടു മുമ്പുള്ള ശഅബാനിന്റെ മാസം, റമദാനിലെ നോമ്പ് വളരെ കുറഞ്ഞ ആളുകൾക്കല്ലാതെ ഒരാളിനും ഒഴിവാക്കൽ അനുവദനീയമല്ല. എല്ലാവരും നിർബന്ധമായി പിടിച്ചുവിടേണ്ടതാണ് വിശുദ്ധ റമദാനിന്റെ നോമ്പ്.
ആ റമദാനിന്റെ നോമ്പ് ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ന്യായമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ അടുത്ത റമദാനിന് മുമ്പ് വരെയാണ് അതിന്റെ അവസാന സമയം. എന്നാൽ റമദാൻ വരേക്ക് പിന്തിക്കാം എന്നുള്ള മക്കൾ ആരും പഠിപ്പിച്ചിട്ടില്ല. റമദാൻ കഴിഞ്ഞാൽ അടുത്ത ദിവസം മുതൽ എത്രയും വേഗം ഏത് ദിവസമാണോ അത് പിടിച്ചുവിടാൻ കഴിയുക ആ ദിവസം തന്നെ ആ നോമ്പിനെ അവർ പിടിച്ചുവിടാൻ ശ്രമിക്കേണ്ടതാണ്. റമദാൻ കഴിഞ്ഞാൽ ഉടനുള്ള 6 നോമ്പ്, ശവ്വാലിലുള്ള 6 നോമ്പിന്റെ മഹത്വം, അതിന്റെ ഹിക്മത്തിനെ കുറിച്ച് പറയുമ്പോ ഇതേപോലെ റമദാനിൽ ശരാശരി സാധാരണഗതിയിൽ മുടങ്ങാൻ സാധ്യതയുള്ള ഒരു നോമ്പിന്റെ എണ്ണമാണ് ശവ്വാലിലെ 6 നോമ്പ്. അത് കഴിഞ്ഞാൽ പിന്നെയും മാസത്തിലുള്ള നോമ്പ്, പിന്നെ ആഴ്ചയിലുള്ള നോമ്പ്. ഈ നോമ്പുകളൊക്കെ പിടിച്ചുകൊണ്ട് അവര് റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പിനെ കൂടി കരുതിക്കൊണ്ട് ആ നോമ്പുകളെ പിടിച്ചുവിടാൻ അവർക്കൊരു അവസരമാവുകയാണ്. എല്ലാവരും നോമ്പുകാരാവുമ്പോൾ എളുപ്പം. ഒരു വീട്ടിൽ കൂടുതൽ ആളുകൾ നോമ്പുണ്ടെങ്കിൽ സൗകര്യപ്രദമായി, ഒരാൾ മാത്രമാണെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ മൊത്തത്തിൽ ഒരു നോമ്പിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കപ്പെടുക. റമദാനിന് തൊട്ടു മുമ്പ് കഴിഞ്ഞ റമദാനിൽ വിട്ടുപോയ നോമ്പ് ഏതെങ്കിലും ഇനിയും ബാക്കിയുണ്ട്, ഇപ്പോഴും പിടിച്ചുവിടാത്ത ആളുകളുണ്ടെങ്കിൽ അവര് പ്രത്യേകം ഓർമ്മിക്കട്ടെ, അവര് പ്രത്യേകം ശ്രദ്ധ പുലർത്തട്ടെ. ഇനി 25 ദിവസം അല്ലെങ്കിൽ 26 ദിവസമാണ് ഉണ്ടാവുക. പരിശുദ്ധ റമദാൻ എന്ന വിശുദ്ധമായ ഇസ്ലാം ഏറ്റവും പ്രാധാന്യത്തോടെ പഠിപ്പിച്ച ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ 30 ദിവസവും പവിത്രമായവൻ കാണേണ്ട, നിർബന്ധമായി പൂർത്തിയാക്കേണ്ട നോമ്പിലേക്ക് എത്തുവാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളാണ്. ആ ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ റമദാൻ, അതിനു മുമ്പത്തെ റമദാൻ, കഴിഞ്ഞകാല ജീവിതത്തിൽ എങ്ങാനും മുടങ്ങിപ്പോയ നോമ്പുകൾ ഉണ്ടെങ്കിൽ ആ നോമ്പുകൾ അവൻ ശ്രദ്ധയോടെ പിടിച്ചുവിടട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തിനെ കുറിച്ച് ചരിത്രങ്ങളിൽ കാണാം. ഹബീബായ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് കൃത്യമായി ഇത്തരത്തിലുള്ള സുന്നത്തായ അമലുകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നവർ, അവർ വളരെയധികം ദിവസേനയുള്ള ജീവിതത്തിൽ ദീനീ കാര്യങ്ങൾക്ക് അങ്ങേറ്റം ശ്രദ്ധ കൊടുത്തിരുന്നവർ. അവരെ കുറിച്ച് പറയുന്നു, ഇദാ നദറു ഇലാ ഹിലാലി ശഅബാൻ, റമദാനല്ല ശഅബാനിന്റെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ, ശഅബാന്റെ മാസപ്പിറവി കണ്ടു, നമ്മൾ ശഅബാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു, റമദാനിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശഅബാനിന്റെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ തന്നെ സ്വഹാബത്ത് ചെയ്തിരുന്ന നല്ലൊരു ശതമാനം സ്വഹാബത്തും അനുവർത്തിച്ചു പോന്നിരുന്ന അവരുടെ ഒരു രീതിയെ കുറിച്ചാ പറയാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് ഇദാ നളറു ഇലാ ഹിലാലി ശഅബാൻ, വിശുദ്ധ ശഅബാനിന്റെ മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ അവരതോടുകൂടി അതുവരെയുള്ള തിരക്കുകൾക്ക് പര്യവസാനം കുറിക്കുകയാണ്. ദുനിയാവിന്റെ തിരക്കുകൾക്ക് അവർ അവസാനം കുറിക്കുന്നു. പതുക്കെ പതുക്കെ ആ തിരക്കുകൾ ഒഴിവായി വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ മനസ്സുകളെ പാകപ്പെടുത്തുന്നു, ശരീരത്തിനെ പാകപ്പെടുത്തുന്നു. അത് വേഗം സാധ്യമല്ല, അതിന് 1 മാസം മിനിമം സമയം വേണം. അതുകൊണ്ട് തന്നെ റമദാനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസി ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളെയും വളരെ പ്രാധാന്യത്തോടെ ശഅബാനിന്റെ തുടക്കത്തിലെ ശ്രദ്ധിച്ചു തുടങ്ങുന്നു. പരിശുദ്ധ ഖുർആനിലേക്ക് അവരങ്ങ് കമിഴ്ന്നു വീഴുകയാണ്. ഖുർആനിലേക്ക് അവർ നേരെ അടുക്കുന്നു. അതുവരെയും ഖുർആൻ അവർക്ക് ബന്ധമില്ലാതിരുന്നവരാണോ? എല്ലാ ദിവസവും നിശ്ചിത സൂറത്തുകൾ മുടങ്ങാതെ പാരായണം ചെയ്ത് ജീവിച്ചവരാണ് സ്വഹാബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യാത്രയിലാണെങ്കിലും നാട്ടിലുണ്ടെങ്കിലും മുടങ്ങാതെ പതിവാക്കിയിരുന്ന ചില അധ്യായങ്ങളുണ്ട് പരിശുദ്ധ ഖുർആനിലെ. ഒരു വിശ്വാസിയോട് അതങ്ങനെ പതിവാക്കുവാൻ പഠിപ്പിച്ചു. സൂറത്തെ യാസീൻ, സൂറത്തെ മുൽക്ക്, സൂറത്തുൽ വാഖിഅ, സൂറത്തുർ റഹ്മാൻ, ഇങ്ങനെ തുടങ്ങി 6ഓളം അധ്യായങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ യാത്രയിലാകട്ടെ നാട്ടിലാകട്ടെ മുടങ്ങാതെ പതിവാക്കിയ അധ്യായങ്ങളാണെന്ന് കാണാം. ആ അധ്യായങ്ങൾക്ക് പുറമെ ചില സ്വഹാബത്ത് ഒരാഴ്ചയിൽ പരിശുദ്ധ ഖുർആനിന്റെ ഖതമുകൾ പൂർത്തിയാക്കിയവർ, അല്പസമയം ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പോക്കറ്റിൽ നിന്നും അവർ ഖുർആനിന്റെ പാരായണത്തിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കണ്ടുകൊണ്ട് നടന്നിരുന്നവർ, എപ്പോഴും ഖുർആനിൽ വ്യാപൃതരായി കഴിഞ്ഞ ആളുകൾ. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത സമയത്ത് ഒരു വീഡിയോ ഇങ്ങനെ കാണുമ്പോ ലോകം കണ്ട ഏറ്റവും വലിയ സാഹിർ, ഏറ്റവും വലിയ മാരണപ്രയോഗം നടത്തുന്ന ഒരു ആഫ്രിക്കക്കാരനായ ഒരു മനുഷ്യനോട് ലോക ശ്രദ്ധ ആകർഷിച്ചുള്ള മുഫ്തി എന്ന പണ്ഡിതൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ നാളിതുവരെയുള്ള പ്രയോഗത്തിൽ, നിങ്ങളുടെ പരിചയത്തിൽ, അനുഭവത്തിൽ നിങ്ങൾ മാരണം ചെയ്തിട്ട് ഏൽക്കാതെ പോയ ആളുകൾ ആരാണെന്ന് ചോദിച്ചു. നിങ്ങളുടെ അനുഭവത്തിൽ നിങ്ങൾ ശുദ്രപ്രയോഗം ചെയ്തിട്ട്, മാരണം ചെയ്ത്, സെഹ്ർ ചെയ്തിട്ട് പരിച്ചില്ല എന്ന് നിങ്ങൾ തോന്നിയത് ആരാണെന്ന് ചോദിച്ചു. ഒരു പറഞ്ഞു, എപ്പോഴും ഖുർആൻ ഓതിക്കൊണ്ട് നടക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഫലിച്ചിട്ടില്ല എന്നാണ് എന്റെ ഏകദേശം അനുമാനം എന്ന് പറഞ്ഞു.
ഖുർആനുമായി ഖുർആൻ പഠിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല. ഖുർആൻ സദാസമയവും ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോടൊപ്പം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഹിഫാദത്തിന്റെ മലക്കുകൾ കൂടെ ഉണ്ടാകുമെന്ന് കാണാം. ആ മലക്കുകളുടെ സാന്നിധ്യം, ഖുർആനുമായി സഞ്ചരിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതമേ പ്രകാശത്തിന്റെ ഒരു സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടാകുമെങ്കിൽ ഒരു പിശാചിന് കടന്നു വരാൻ കഴിയില്ല. സെഹറും മാരണവുമില്ല പിശാചിന്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ അവർക്കൊന്നും പ്രവേശനമില്ലാത്തൊരു മനുഷ്യനായി മാറുകയാണവർ. സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെയായിരുന്നു. വളരെ കുറഞ്ഞ അംഗബലമായിരുന്നു. അവർ പല ദൗത്യങ്ങളും പല വിജയങ്ങളും നേടുമ്പോൾ അവിടെയെല്ലാം എത്തുന്നത് വളരെ കുറഞ്ഞ അംഗസംഖ്യയാണ്, കുറഞ്ഞ സംവിധാനങ്ങളാണ്, കുറഞ്ഞ വിഭവങ്ങളാണ് കയ്യിലുള്ളത്. എന്നിട്ടും അത്ഭുതകരമായ വിജയം നേടിക്കൊണ്ടാണ് അവർ മടങ്ങി വന്നതെങ്കിൽ അവരോടൊപ്പമുള്ള ഗൈബിയായ സഹായം, അവരോടൊപ്പമുള്ള അദൃശ്യമായ ശക്തി, അതിന്റെ പ്രധാനപ്പെട്ട ഒരു ആയുധം അവർ കൊണ്ടു നടന്ന ഖുർആനാണ് എന്ന് കാണാം. സദാസമയവും അവർ വ്യാപൃതരായി കഴിഞ്ഞ ഖുർആനാണെന്ന് കാണാം. ആ ഖുർആൻ അവതരിച്ച മാസമാണ് വിശുദ്ധമായ റമദാൻ. ആ ഖുർആനുമായി ഏറ്റവും അധികം മുഴുകിച്ചേരേണ്ട മാസമാണ് വിശുദ്ധ റമദാൻ. ആ റമദാനിൽ എത്രത്തോളം പരിശുദ്ധ ഖുർആനിന്റെ ഖതമുകൾ പൂർത്തിയാക്കാൻ കഴിയുമോ അത്രയും ആക്കുവാൻ പരിശ്രമിക്കേണ്ട മാസം. കഴിയില്ലെങ്കിൽ കേൾക്കാനെങ്കിലും അൽഹംദുലില്ലാഹ് ഈ റമദാനിലും നമ്മുടെ പള്ളിയിലും പരിശുദ്ധ ഖുർആൻ ആദ്യവസാനം ഓതി കേട്ടുകൊണ്ടുള്ള തറാവീഹ്, ഹിഫ്ദിന്റെ തറാവീഹ് ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് എല്ലാവർക്കും ആ ഖുർആൻ പൂർണ്ണമായി കേൾക്കാൻ, ആസ്വദിക്കാൻ, ആ ഖുർആനിലേക്ക് അടുക്കാൻ അല്ലാഹു അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ എത്തുമ്പോഴാണ് നമ്മൾ ഖുർആൻ എടുക്കുന്നതെങ്കിൽ സ്വഹാബത്തിന്റെ ചരിത്രത്തിൽ കാണുന്നത് ശഅബാനിന്റെ മാസപ്പിറവി കാണുമ്പോൾ തന്നെ അകബ്ബു അലൽ മസാഹിഫി യഖറഊനഹ, ഖുർആനിലേക്ക് അവർ വീഴും. പിന്നെ ഖുർആനുമായി അവർ വ്യാപൃതരാവുകയാണ്. സദാസമയവും ഖുർആനിന്റെ പാരായണം, ഖുർആനിന്റെ പഠനത്തിലായി അവർ കഴിഞ്ഞുകൂടുന്നു. ഖുർആനുമായി ഖുർആൻ അവതരിച്ച മാസം, അതിന്റെ പ്രാധാന്യം മഹാത്മ്യം തിരിച്ചറിഞ്ഞതിലേക്ക് അടുക്കുന്നു. വദഅൽ മുലാതു അഹ്ല സിജ്നി فمن كان عليه الحد أقاموا وإلا خلوا سبيلا. രണ്ടാമത് ശഅബാന്റെ മാസപ്പിറവി കണ്ടാൽ തന്നെ ആദ്യം അവർ ഖുർആനിലേക്ക് കടക്കും. പിന്നെ അവർ ചെയ്തിരുന്നത് ശഅബാന്റെ മാസപ്പിറവി ആയാൽ തന്നെ അവർ അവരുടേതായ കീഴിൽ, അവരുടെ ഉത്തരവാദിത്വത്തിന്റെ കീഴിലായി തടവറകളിൽ അടക്കപ്പെട്ട മനുഷ്യരുണ്ടോ, തടവിലാക്കപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ടോ എങ്കിൽ അവരെ അതിൽ ശിക്ഷ നടപ്പിലാക്കേണ്ട, ശിക്ഷ വിധിക്കപ്പെടേണ്ട ആളുകൾ ആരെല്ലാം ഉണ്ടോ അവരെ ശിക്ഷ വിധിക്കുകയാണ്. ലോകത്ത് വിചാരണ തടവുകാരനായി ഒരു മനുഷ്യനെയും ഒരു ജീവനെയും തടഞ്ഞു വെക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. ലോകത്ത് വലിയ മനുഷ്യാവകാശങ്ങൾ പറയുന്ന ആളുകളുണ്ട്. മനുഷ്യത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന മാഗ്ന കാർട്ടകളുള്ള ലോകമാണിത്. 57 വർഷമായി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുആമിയ അബൂ ജമാൽ എന്നൊരു മനുഷ്യൻ അമേരിക്കയുടെ തടവറയിലാണ്. ഒരു ആഫ്രിക്കക്കാരനായ മനുഷ്യനാണ്. വർണ്ണവിവേചനത്തിനെതിരെ സംസാരിച്ചു, ശബ്ദിച്ചു എന്നതാണ് അദ്ദേഹത്തിന്റെ തെറ്റ്. 57 വർഷമായി ഈ നിരപരാധി ജയിലറയിൽ തളയ്ക്കപ്പെടുമ്പോഴും ലോകരാജ്യങ്ങളിലെ മനുഷ്യാവകാശത്തിന് വേണ്ടി സംസാരിക്കുവാൻ ആ രാജ്യത്തിന് ധാർമ്മിക അവകാശമുണ്ട്. ലോകത്തെ പല രാജ്യങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്, പല ഭാഗങ്ങളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. എത്രയോ 10,000-കണക്കിന് മനുഷ്യർ ഇന്ത്യയുടെ തടവറകളിൽ ഡാഡയുടെ, പോട്ടയുടെ, മക്കോക്കയുടെ, UAPയുടെ ഒക്കെ പേരിൽ തടവിലടക്കപ്പെട്ട എത്രയോ നിരപരാധികൾ, എത്രയോ 10,000-ങ്ങൾ, ലക്ഷത്തിലും കവിഞ്ഞു. ഇപ്പോ നിലവിലെ ആനുകാലിക ഇന്ത്യയുടെ തടവറകൾ ലക്ഷത്തിലും കവിഞ്ഞു നിരപരാധികൾ. ഇനി ലക്ഷങ്ങളല്ല കോടികളുടെ കണക്കിലേക്ക് പോകും മിക്കവാറും NRCCയും വരുമ്പോ. അതാ ഇനി വരാൻ പോകുന്നത്. മുസ്ലിം ലോകത്തോട്, മുസ്ലിമീങ്ങളോട് ഇസ്ലാമിക ഹുകൂമത്താണെങ്കിൽ അവിടെ നടപ്പിലാക്കപ്പെട്ടിരുന്ന രീതിയാണ് ഒരാളെയും വിചാരണ തടവുകാരനായി വെക്കപ്പെടാൻ പാടില്ല, ഒരാളെയും അവകാശങ്ങളെ തടയാൻ പാടില്ല, ഒരാളുടെ സ്വാതന്ത്ര്യം തടയാൻ പാടില്ല. അവർക്ക് നൽകപ്പെടേണ്ട സ്വാതന്ത്ര്യം, അവകാശങ്ങൾ നൽകപ്പെടണം. കുല്ലുകും റാഇൻ വകുല്ലുകും മസ്ഊലുൻ അൻ റഅയതിഹി. എല്ലാവരും ഏതെങ്കിലും ഒരു പിടിവള്ളി കയ്യിലുണ്ട്, എന്തെങ്കിലും ഒരു അധികാരമുണ്ട് എന്ന് കരുതി ഒരാളെ കഷ്ടപ്പെടുത്തി പ്രയാസപ്പെടുത്തുക. അടുത്ത സമയത്ത് ഒരു വിവാഹത്തിന്റെ പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവും. 100% ഭർത്താവ് എന്നുള്ള റോൾ പരാജയം, 100% പരാജയം. മഹല്ല് കമ്മിറ്റിക്ക് ബോധ്യം, നാട്ടുകാർക്ക് ബോധ്യം, കുടുംബക്കാർക്ക് ബോധ്യം, എല്ലാവർക്കും ബോധ്യം. എന്നാൽ ഒഴിവാക്കി കൊടുക്കൂ. ഇല്ല, ഞാൻ ഒഴിവാക്കൂല. മരിക്കുന്നത് വരെ നരകിച്ച് മരിക്കുന്നത് ഞാൻ കണ്ടു മരിക്കണം എന്ന് അയാൾ പറയാം. ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്.
ഒരുപാട് ആളുകളുണ്ട്. തൊഴിലാളികളോട് ഇതുപോലെ കാണിക്കുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഈ റമദാനിന്റെ മാസപ്പിറവി കാണുമ്പോൾ പരിശുദ്ധമായ മാസമാണ് വരിക, എനിക്ക് പടച്ചു പുറത്തു വരും എന്നൊക്കെ കരുതിയിട്ട് സന്തോഷത്തോടെ എത്തും. റമദാൻ കഴിയും, ഒരു പൊറുക്കലും ഉണ്ടാവുകയില്ല, ഒരു പാപമോചനവും ഉണ്ടാവുകയില്ല. അല്ലാഹുവുമായിട്ടുള്ള കടമകൾ പൂർത്തിയാക്കപ്പെടുക, പടച്ചിറപ്പുമായിട്ടുള്ള കടമകൾ പൂർത്തിയാക്കപ്പെടുക എന്നത് ഒരു ഭാഗം. എന്നാൽ സൃഷ്ടിലോകത്തെ, സൃഷ്ടിപ്രപഞ്ചത്തിലെ സഹജീവികളോടുള്ള കടമകൾ, കടപ്പാടുകൾ പൂർത്തിയാക്കപ്പെടാത്ത രൂപത്തിലാണ് ഒരാൾ മരണപ്പെട്ട് ആഖിറത്തിലേക്ക് എത്തുന്നതെങ്കിൽ അവൻ ഷഹാദത്ത് വരിച്ചു മരിച്ചവനാകട്ടെ, പരിശുദ്ധ ഖുർആൻ മുഴുവനായി ഹൃദ്യസ്ഥനാക്കി മരിച്ചവനാകട്ടെ, ഈ ദുനിയാവിൽ എന്തെല്ലാം പുണ്യങ്ങൾ ചെയ്തുകൊണ്ട് മരിച്ചവനാകട്ടെ, അവന്റെ ഹിസാബ് പൂർത്തിയാകില്ലെന്ന് പരിശുദ്ധ ഇസ്ലാം. സൃഷ്ടികളോടുള്ള ബാധ്യതകൾ, കടമകൾ ഈ സൃഷ്ടി ലോകത്ത് വെച്ച് പരസ്പരം പറഞ്ഞു തീർക്കാനുള്ളത് പറഞ്ഞു തീർത്ത്, ചോദിച്ചു തീർക്കാനുള്ളത് അങ്ങനെ ഏത് രൂപത്തിലാണോ അതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത് അങ്ങനെ പരിഹാരം ഉണ്ടാക്കിക്കൊണ്ടല്ലാതെ മരണപ്പെടാൻ പാടില്ല. ജീവിതത്തിന്റെ അവസാനം, കാരണം സൃഷ്ടി ലോകത്തിന്റെ ഉത്തരവാദിത്വം അല്ലാഹുവിനില്ല. സഹജീവികളോടുള്ള കടമകൾ, കടപ്പാടുകൾ, അതിൽ വരുന്ന വീഴ്ചകളുടെ ഉത്തരവാദിത്വം പടച്ചവനേക്കില്ല. ചെയ്യുന്നു നമ്മുടെ പരിശ്രമം കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടേതായ അശ്രദ്ധ കൊണ്ട്, നമ്മുടെ പിടിവാശി കൊണ്ട് ആരുടെയെങ്കിലും അവകാശങ്ങൾ തടയപ്പെട്ടിട്ടുണ്ടോ, ആരുടെയെങ്കിലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ആരെങ്കിലും തടവറയ്ക്ക് സമാനമായ ജീവിതത്തിലാണോ അവരെ സ്വതന്ത്രമാക്കി വിടണം. അവർക്ക് കൊടുക്കേണ്ട അവകാശങ്ങൾ കൊടുക്കണം, അവർക്ക് കൊടുക്കേണ്ട ഹക്കുകൾ കൊടുക്കണം. ഇതെല്ലാം കൊടുത്തു പിടിക്കൊണ്ടായിരിക്കണം ശഅബാനിന്റെ മാസത്തിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഈ സ്വഹാബത്ത് കാണിച്ച മാതൃകയാണ്. അങ്ങനെ എല്ലാ ബാധ്യതകളും തീർത്ത് നാമും നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും ഇന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ സന്തോഷകരമായ ഒരു സ്വർഗയാത്രയ്ക്ക് യോഗ്യമാകുന്ന ജനാസയായി നമ്മുടെ ശരീരങ്ങൾ മാറുന്ന അവസ്ഥയിലാണെങ്കിലാണ് റമദാൻ നമുക്ക് വേണ്ടതുപോലെ ഫലപ്പെടുന്ന ലോകം. സൃഷ്ടാവായ റബ്ബുൽ ആലമീൻ അതുപോലെ റമദാനിനെ വരവേൽക്കുന്ന, അതുപോലെ റമദാനിലേക്ക് ചെന്നെത്തുന്ന മുഅ്മിനീങ്ങളിൽ, മുഅ്മിനാത്തുകളിൽ, സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും കാരുണ്യവാനായ റഹ്മാനായ റബ്ബുൽ ആലമീൻ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ എത്തുമ്പോൾ എല്ലാ നാടുകളിലും പള്ളികളിലും ഒക്കെ തയ്യാറെടുപ്പുകളാണ്. നമ്മുടെ പള്ളിയിലും അൽഹംദുലില്ലാഹ് തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുക. കാർപ്പറ്റിന്റെ സൗകര്യം, അതുപോലെയുള്ള കുറേ സൗകര്യം പൂർത്തിയാക്കൽ, അതുപോലെ നോമ്പ് തുറയുടെ സൗകര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മറ്റൊരു സംഘത്തിലെ കാര്യങ്ങൾ തയ്യാറെടുപ്പുകൊണ്ടിരിക്കുകയാണ്. വരണം റമദാനിൽ പെടണം. ഈ പ്രാവശ്യം പുതുതായി നമ്മുടെ നാടുകളായാലും രാജ്യങ്ങളായിട്ടുള്ള സ്ഥാപനങ്ങൾ അടുത്തൊരാളെക്കാളും മുന്നിലാകണം എന്ന നാമതയിലാണ് എല്ലാവരും ഉള്ളത്. നമ്മൾ റമദാനിന്റെ ഒരുക്കം നമ്മൾ തുടങ്ങി. ഇത് പള്ളികളിൽ അങ്ങനെ ഒരു നാൾ അതിൽ ഒരാൾ മുന്നിലായാൽ ജീവിതങ്ങളിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാം ഒരു മുന്നേറ്റമല്ല ബോധ്യമാവുക. ഓർമ്മയും ഓർമ്മപ്പെടുത്തലും ആളുകളുടെ പരിശ്രമവും ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഒരാൾ വിജയത്തിലെത്തുക. അതിനുവേണ്ട ഒരു തയ്യാറെടുപ്പ് നമുക്ക് എടുക്കാൻ കഴിയില്ലെങ്കിലും നമ്മുടെ വാക്ക് കേട്ട് ആരെങ്കിലും ഒരാൾ ആ തയ്യാറെടുപ്പ് നടത്തി എന്തെങ്കിലും ഒരു അമൽ ചെയ്താൽ റമദാന്റെ വരവിനെ അതിന് പരിഗണിച്ചുകൊണ്ട് അമൽ ചെയ്താൽ അതിന്റെ പരിശ്രമം ഉണ്ടാകും, പരിശീലനം ഉണ്ടാകും, അധ്വാനം അതിന്റെ പിന്നിൽ ഉണ്ടാകും. മനുഷ്യന്റെ അധ്വാനത്തിനനുസരിച്ചിട്ടാണ് അവന്റെ റിസൾട്ടുകൾ എല്ലാം അവന്റെ കാഴ്ചമാക്കുന്ന വാക്ക്, പ്രേരണ ഏതെങ്കിലും രൂപത്തിലൂടെ ഉണ്ടായാൽ അതിന്റെ ദുനിയാവിലേക്ക് നിയോഗിതരായി യാത്രയാക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും അടക്കമുള്ള ഓരോ വിശ്വാസിയുടെയും മനുഷ്യന്റെയും ജീവിതമാകുന്ന പരീക്ഷണം, ഈ ദുനിയാവ് പരീക്ഷയുടെ ഹാളാണെന്ന് പരിചയപ്പെടുത്തിയ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുവചനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പറഞ്ഞ നാം ഒരു പരീക്ഷയുടെ ഹാളിലാണ്. ഈ പരീക്ഷാ ഹാളിൽ നമുക്ക് മുമ്പിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുവരപ്പെടുന്നത് വരെയുള്ള സമയം, വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള സമയം, ഇതൊക്കെ ചേർന്ന കുറഞ്ഞ സമയമാണ് നമുക്ക് മുമ്പിലുള്ളത്. ആ കുറഞ്ഞകാല സമയപരിധിയുടെ ഉള്ളിൽ നാം എന്ത് നേടുന്നു? ഭാവി ജീവിതത്തിന്റെ നമ്മുടെ വിജയത്തിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം, നാം എല്ലാവരും ലക്ഷ്യമാക്കപ്പെടേണ്ടത്, ലക്ഷ്യമാക്കുന്നത് അനന്തമായി ഒരിക്കലും അവസാനിക്കാത്ത അല്ലാഹുവിന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായി പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അവൻ ലക്ഷ്യമാക്കേണ്ടതും അത് തന്നെയാണ്. സ്വർഗത്തിലെ
കൂട്ടുകെട്ടുക, അല്ലാഹുവിന്റെ വിവാഹങ്ങൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാവുക, ഇതൊക്കെ തന്നെയാണ്. ആ സ്വർഗ്ഗലോകത്തേക്കുള്ള സഞ്ചാരത്തിലാണ് നമ്മളുള്ളത്. ആ സ്വർഗ്ഗലോകത്തേക്കുള്ള സഞ്ചാരത്തിന് വേണ്ട സ്കോർ നേടാൻ ഏറ്റവും കൂടുതൽ അവസരം നൽകപ്പെട്ടിരിക്കുന്ന ചില ദിവസങ്ങളുണ്ട്, ചില സമയങ്ങളുണ്ട്, ചില മാസങ്ങളുണ്ട്, ചില പ്രത്യേക സ്ഥലങ്ങളും സന്ദർഭങ്ങളൊക്കെയുണ്ട്. അത് പ്രത്യേകം ഉപയോഗപ്പെടുത്തുമ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ലാഭകരമായ, കൂടുതൽ വിജയകരമായ നേട്ടം കൈവരിക്കാൻ കഴിയും. ഒരു മുസ്ലിമിന്റെ ദുനിയാവിലുള്ള പരിമിതമായ ജീവിത യാത്രക്കിടയിൽ ഈ രൂപത്തിലെ പരലോക ജീവിതം വിജയകരമാക്കുവാൻ അല്ലാഹു നൽകിയ പ്രത്യേകമായ സുവർണ്ണ അവസരമാണ്. ഓരോ വർഷങ്ങളിലും ഒരു മാസക്കാലം അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് വേണ്ടി മാറ്റിവെച്ചു കൊടുത്തിരിക്കുന്ന സമയം. പരിശുദ്ധ റമദാൻ എന്നാണ് നാം അതിനെ പരിചയപ്പെടുത്തുക, പറയുക. വിശുദ്ധമായ റമദാൻ സൃഷ്ടാവായ അല്ലാഹു റബ്ബുൽ ആലമീൻ കഴിഞ്ഞുപോയ സമുദായങ്ങൾക്ക് നോമ്പ് നൽകിയെങ്കിലും റമദാൻ എന്ന മാസവും അതുമായി ബന്ധപ്പെട്ട ഫضലുകളും എല്ലാവർക്കും നൽകപ്പെട്ടിട്ടുള്ളത് പോലെയല്ല. നമുക്ക് നൽകപ്പെട്ടതുപോലെ മുൻഗാമികൾക്ക് ഇത്രയും വലിയ സൗഭാഗ്യം ഉണ്ടായിട്ടില്ല. ചരിത്രങ്ങളിൽ വായിച്ചു കേട്ടിട്ടുണ്ട്, മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ പ്രവാചകൻ വഴിയോരത്തൂടെ നടന്നു പോകുന്നു. വയോധികയായ ഒരു ഉമ്മ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ, എന്താണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ചോദിക്കുമ്പോ, 300 വയസ്സ് പ്രായമുള്ള തന്റെ ചെറുമകൻ